വിശ്വാസികളെ, അവിശ്വാസികളെ, ദുഃഖിതരെ, മർദ്ദിതരെ, പീഡിതരെ, ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പിച്ച രോഗശാന്തി ശുശ്രൂഷയിലും കരിസ്മാറ്റിക് ധ്യാനത്തിലും പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മദ്യപാനികൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, ആഭാസന്മാർ, മദ്യം വിൽക്കുന്ന ആഭാസന്മാർ, ഇവർക്കെല്ലാം ധ്യാനവേദിയിലേക്ക് സ്വാഗതം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ അതിൽ നിന്നും മോചനം നേടുവാനായി ഫാദർ ജെയിംസ് അമ്മഞ്ചേരിയുടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും മർദ്ദിതരെ, പീഡിതരെ, ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത. എന്റെ പൊന്നും കൊടുത്ത് കർത്താവേ, കാനായിലെ കല്യാണത്തിന് വെറും പച്ചവെള്ളം കൊട്ടുവടിയേക്കാൾ വീര്യമുള്ള വീഞ്ഞാക്കി മാറ്റിയവനാണ് അവിടുന്ന്. സമ്മതിച്ചേ, ഈ അച്ഛന്മാരെല്ലാരും കൂടി ധ്യാനം എന്നും പറഞ്ഞിറങ്ങിയ എന്നെപ്പോലുള്ളവരുടെ കഞ്ഞിൽ മണ്ണ് വീഴത്തേ ഉള്ളൂ. വിരലിലെണ്ണാവുന്ന കുടിയന്മാരുള്ള ഈ മലമ്പ്രദേശത്ത്, അതും ദരിദ്രവാസികളായ കുടിയന്മാര് മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരു കരിസ്മാറ്റിക് ദാനം കൂടി നടന്ന ഈ ചാണ്ടിയുടെ ആഫീസ് പൂട്ടി പോകും കർത്താവേ. എന്തോ കർത്താവേ? ചാണ്ടി താനായിരുന്നോ? അല്ല, വല്ല കേട്ടോ? എന്തോന്ന്? അനൗൺസ്മെന്റോ, രോഗശാന്തിയോ, കരിസ്മാറ്റിക്കോ? ഇല്ല. താനൊരു കാലടെ. ഒരാത്മാവ് രക്ഷപ്പെട്ട് കാലടിക്കുന്നവനര മുട്ട ഫ്രീ. അയ്യോ, ഞാനീ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നുമല്ല. ജോലി കൂടുതലുണ്ട്, ക്ഷീണിച്ച പഴയ നടുവേദന വരും. അന്നേരം 1 ഏറിയ 1.5. അത് എന്നൊന്നുമില്ല. ഉണ്ടോ ആനി? താൻ കുടിക്കുന്നതിന്റെ അളവറിയാൻ ആനയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. താൻ വശപ്പശകായിട്ട് നമ്മൾ തമ്മിൽ എവിടെല്ലാം വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു. മദ്യപാനം ഒരു മാനസിക രോഗമാണ്. ചിലർക്കത് ചികിത്സ കൊണ്ട് മാറും, ചിലർക്ക് ആത്മീയത കൊണ്ടും. ആത്മീയതയ്ക്ക് ഇതുപോലുള്ള പ്രാർത്ഥനയൊക്കെ സഹായിക്കും. അല്ല, ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. 3 ദിവസത്തെ ധ്യാനത്തിന് ഞാൻ നിന്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, പൈസയും കൊടുത്തു. ജോണിക്കുട്ടി ധ്യാനത്തിന് പോകുന്നു. പോണം. ഒരു 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ പല വിചാരത്തോടെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടേ കാര്യമുള്ളൂ. അല്ലേ? वैसे भी वो बंदा दारू पी कर रोज ही आता था. बच्चे बड़े इंडिपेंडेंट है. लेकिन ऐसा छोड़ना नहीं चाहिए बच्चों को. ऐसा ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടോ? അവിടെ ടിക്കറ്റ്. ഒരടിവാരം. ആളിറങ്ങാണ്ടോ? ഉണ്ട്. വേമ്പാ ഇറങ്ങി ഇറങ്ങി വേഗം ഇറങ്ങ. ഹിന്ദി പിടിക്കലെന്ന് ഇറങ്ങാന്നേ. दारू के शॉप. മടിയിലേക്കാതെ മേലോട്ട് കയറി. കൊച്ചിനെടുത്ത് മടിയിൽ വെച്ചൂടെ? चलो यार बस करके रुकती है ना बस. अभी लोग चढ़ते भी है, उतरते भी है. अब तो ज्यादा हो गया यार. अब तो चले जाना चाहिए. നിങ്ങൾ അടിവാരത്തില്ലേ? അടിവാരത്തിൽ ടിക്കറ്റ് എടുത്താൽ മേൽവാരത്ത് ഇറക്കില്ലേ? അയ്യടാ, വണ്ടി എടുത്താൻ പറ. യാത്രക്കാരൻ ഇഷ്ടത്തില്ലേ ഇറങ്ങുന്നത്? क्या बंदा है ये? इसको सुधरना ही नहीं है. वही सुधरना ही नहीं है. कम से कम बच्चों का तो यार सोचो. ओह गॉड, ओह गॉड, मैं वही बोल रहा था. इन बच्चों को मत छोड़ो भाई ऐसा अकेले. എല്ലാരും ഉണ്ടല്ലോ. സ്കൂളിലേക്കായിരിക്കും. അല്ല, സ്കൂള് പഠിച്ചു കഴിഞ്ഞു, ഇനി കോളേജിലേക്കാ. ജോണിച്ചൻ വീട്ടിലുണ്ടോ മോളെ? ഒരാളുടെ വീട്ടിൽ 2 പശുവിന് കൊടുക്കാനെന്ന് പറഞ്ഞിരുന്നേ. ചാച്ച വീട്ടിലില്ല. എനിക്ക് വൈകിട്ട് വരുമ്പോ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. വൈകിട്ട് വരില്ല. ചാച്ച 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. अरे क्यों बता रहा है बे? ജോണി അങ്ങോട്ടാ പോയത്? ചെലപ്പോ എന്നെ തന്നെ വരാനും മതി. വരുന്നവരോടും പോകുന്നവരോടൊക്കെ ചരിത്രം പറയാൻ നടക്കണോടാ നീ? അതയാള് ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത്? इरिटेटिंग बनता है ये थोड़ा सा.
देखो वो भी शक करती है, शी इज सो स्मार्ट यार। कोई भी शक करेगा जब वो नहीं बता रही है तो। മോനൂട്ടാ കരയല്ലേ, ദാ വരുന്നു. अरे वाह इतनी बड़ी बात। ഓ വരുന്നൊന്നും പറഞ്ഞില്ലേ? क्यूटी पटूटी बेबीज है। पहले पहले दूध दे। സൗകര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ ഈ സമയത്ത് വന്നത്. നിങ്ങൾ പോയിട്ട് ജോണി ഉള്ളപ്പോ വാ. ജോണി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനിപ്പോ വന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് ആനിയോടാ. എത്ര കാലമായിട്ട് ഇതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാം അനി. ഞാൻ ഒരുപാട് ആശിച്ചു പോയി. ദൈവം തമ്പുരാൻ നമുക്കുണ്ടാക്കി തന്ന അവസരമാണ്. ആനിയെ കൊച്ചിനെ തുറക്കി ഞാനിവിടെ ഇരിക്കാം. വേണ്ട, നിങ്ങൾ പോണം. ഒരു മനുഷ്യപ്പറ്റില്ലാത്ത പെരുമാറ്റം കാണുമ്പോൾ അനി നമ്മൾ രണ്ടുപേരും മാത്രം അറിയുള്ളൂ. ദൈവത്തിനാണ് സത്യം. तुरंत ही आ गया। सब बेटा तेरी वजह से हुआ है। और वही अभी मारेगा। अरे इसको क्या? ये तो थोड़ी सी लेकिन नहीं। अरे मत मारना, खून मत कर दे, बस मारना है। हाँ अरे बच्चे को पहले दूध दे दो यार। भाई बच्चे तो औरा फार्मर्स है, 90s के औरा फार्मर्स। ओ शिट, खड़े हो जा। मार इसको, मारते रहे इसको, भागने मत दो इसको, पुलिस को ये वाले कर देते। रॉनी बोल रहे हैं। अच्छा डिजर्व करता है बंदा। नहीं जा। ओ उसका नुकसान करता। കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആകാശങ്ങളുടെ ബാവ തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. റുവാദ കൂഷ തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. कितनी बार पिटेगा? ഇനിയാ തീരട്ടെ ഇത് ഞാൻ പറക്കിക്കൊള്ളാം. पहले बड़ा था बिंदु बड़ा और अभी दाल बड़ा। यार ये बहुत ज्यादा ही टू मच हो गया। बच्चा भी रो रहा है। മോനുകുട്ടാ, എല്ലാരും 3 ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ആത്മധൈര്യവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി. 3 ദിവസമായിട്ടും കൂടി നിർത്താത്തവരുണ്ട്. ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തും. റോണിക്കുട്ടാ, ऐसा ही होगा ना। हर चीज की कीमत होती है यार, हमें चुकानी पड़ेगी वो कीमत। She is really trying hard to be a good mother and be a good parent. അനി ये मदद वैसे कर ही नहीं रहा है। കൂടി പൂർണ്ണമായിട്ട് നിർത്താൻ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ വേണേ കുറയ്ക്കാം, ഒരുപാട് കുറയ്ക്കാം. പക്ഷെ മുഴുവൻ നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. ഇനി നിനക്കറിയാലോ, ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാ.
ഇപ്പൊ ഇതില്ലാണ്ട് വയ്യ. ആനി, നീ ഇങ്ങനെ കരഞ്ഞ് മക്കളുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിക്കല്ലേ ആനി? മക്കളുടെ മുമ്പിൽ അപ്പം മഹാനാണെന്ന് വേണമെങ്കിൽ പറയാം. മതിയോ മതിയോ ജോണി? രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം. അപ്പന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങള്. ഇത്തവണയെങ്കിലും ഇത് നിൽക്കും, എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയല്ലേ എന്റെ കർത്താവേ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ചന്ത പെണ്ണുങ്ങൾക്ക് പോലും സന്ധ്യ കഴിയണം. പക്ഷെ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ പകലുമാകാം. ജോണിയുടെ വീട്ടിലെ അതൊക്കെ നടക്കൂ. അതെല്ലാവർക്കും അറിയാം, അവനും അറിയാം. അവന് ഏവൻ? നീ എന്താ നീ പറയണേ? കഞ്ഞി വിളമ്പ. ആർക്കറിയാമെന്നാ പറഞ്ഞേ? ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ എന്ത് നടക്കുമെന്നാ പറഞ്ഞേ? ആരാ അവിടെ വന്നേ? കേശവൻ. भाई बताना तो जरूरी है, पुलिस में कंप्लेंट करना चाहिए था। कंप्लेंट करनी चाहिए थी पुलिस में, और नहीं तो क्या? I don't know यार, तब के लोग क्या सोचते थे? मतलब come on यार, it is attempt to do something ना भाई. अब और मार खाएगा. रात में आगे ജോണിച്ചനോ? എന്താ ആ സമയത്ത്? നിന്റെ പെണ്ണുമ്പിള്ള എവിടാ? ജോണിച്ച, ആ ജോണിച്ച, നിങ്ങളെ ഒന്ന് പുറത്തോട്ട് വന്നേ. മക്കളെ കൂടെ വിളിച്ചോ. എന്താ ഇത്? നിന്റെ തന്ത എന്തിയടാ? മൂത്ത കറവക്കാരൻ. എന്താ കുഞ്ഞേ? എല്ലാരെയും കൂടെ സൗകര്യത്തിനൊന്ന് കാണാമെന്നതാ. നിങ്ങളെ ഇറങ്ങി വന്നേ. ജോണിച്ച, ജോണിച്ചൻ ഇത്തിരി കൂടിയിട്ടുണ്ട്. താനും വന്നേ, ഞാനൊന്ന് പറയട്ടെ. എടി പിള്ളേരോട് അകത്ത് പോയേ. നിന്നേ ആ നില്ലടോ, ഞാൻ പറയട്ടെ. നിങ്ങൾ ഇത്തിരി സംസാരിക്കാനുണ്ടോ? മാറാ അവിടുന്ന്. ഞാൻ ഇല്ലാതിരുന്ന നേരത്ത്, അതും പട്ടാപ്പകല്, ഇവൻ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയെ പിടിച്ചു. എന്റെ മക്കള് തക്ക സമയത്ത് വന്നതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. വേണേ രഹസ്യമായിട്ട് 2 തന്ന് നിന്റെ കണക്ക് തീർക്കാം. പക്ഷേ എന്റെ മക്കളുടെ മുമ്പില് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ടായ അവമാനം തീരണമെങ്കിൽ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ നീ നാണം കെടണം. ഒട്ടി पुलिस को बताओ, मारना तो चाहिए इसको, नो डाउट. मार मार के इसका बहुत बुरा हाल कर देना चाहिए. എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തൊന്നും ചെയ്യരുത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ആവർത്തിച്ചാ കഴുത്തിയാൻ വെട്ടിക്കൊണ്ടുപോകും. പറഞ്ഞേ. ये फिर से आ गए. इसे मारे खाना है बंदे. देख എന്റെ പെണ്ണുമ്പിള്ളേരും പിള്ളേരും കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിട്ട് അങ്ങനെ സുഖിച്ച് നടക്കാന്ന് വിചാരിക്കണ്ടേ? तो कंफर्टेबली रहेंगे. മനസ്സിലായില്ല? എന്നെ പള്ളിയിലെ ബിസിനസ് നിന്ന് പറഞ്ഞു വിട്ട് വണ്ടി ഷെഡി കയറ്റി ഞാൻ വീട്ടിൽ പോയി ചൊറി കുത്തിയിരുന്നോളാൻ. ആ കിഴവൻ കത്തനാരും നിന്റെ ആ പഞ്ചാര അച്ഛനും കൂടി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാടി. നീയാണ് തുലച്ചത്. എന്റെ കച്ചവടം തുലച്ചത് നീ ഒരൊറ്റൊരുത്തിയാണ്. क्योंकि तू ऐसा गंदा इंसान വഴി है. കിടന്ന് ഒച്ച വയ്ക്കരുത്. वही तो. വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ തമ്മിലായിക്കണം. അത് തന്നെ ചെയ്യാൻ പോണത്. നിന്റെ മറ്റവരോടെ ഒന്ന് പറഞ്ഞേക്ക്, കേശവൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നതെന്ന്. തൊലി വെളുപ്പം കൊണ്ടേ അച്ഛന്മാരുടെ അടുത്ത് കളിക്കുന്ന പോലെ എല്ലാരും മയക്കാന്ന് വിചാരിക്കണ്ട. എടേ, ഞാൻ വിചാരിച്ച എന്റെ കൂടെയും കാണും ഞങ്ങളുടെ ജാതിപ്പെട്ട 10 പേര്. ഇപ്പൊ തന്നെ വിട്ടേക്കണം. കണക്കൊക്കെ ഞാൻ പിന്നെ തീർത്തോളാം. ये तो और ज्यादा हो रहा है. देख, अभी भी वक्त नहीं हुआ है, पुलिस के पास जाके बता दो प्लीज.